അസ്സലാമലൈക്കും. ഐ എം നൗറിൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയാസിൻമൈഡ് സിറം റിവ്യൂ ആണ് കേട്ടോ. അപ്പം എല്ലാവരും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ മുഖത്തിലെ പാടുകളൊക്കെ മാറാനും ഒക്കെ ഒരുപാട് വഴികൾ അന്വേഷിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എനിക്കങ്ങനെ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു ഐറ്റമാണ് നമ്മുടെ നിയാസിൻമൈഡ് സിറം. എനിക്ക് മൂക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്തേ പിന്നെ ഒരു 1.5 മന്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ കാലിയായി. പിന്നെ ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ഒരു ഫസ്റ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ സ്കിൻ ടൈപ്സിനും ഒരേപോലെ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൻ അനുസരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ, ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പാടുകൾ പോയ റീസൺ. അപ്പോൾ അതിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണിത്. അപ്പം ഇതിൻ്റെ യൂസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചർമ്മത്തിൽ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ അകറ്റാനും സ്കിന്നിൻ്റെ നിറം മെച്ചപ്പെടുത്താനും സ്കിന്നിലെ അധിക ഓയിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ നിയാസിൻമൈഡ് സിറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിമ്പിൾസ് വന്ന മാർക്ക് കുറക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുഖക്കുരു വരാതെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിൻ പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. നിയാസിൻമൈഡ് സിറം ഒരു ബെസ്റ്റാണ്. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അകറ്റും, മുഖക്കുരുപാടുകൾ ഇല്ലാതാക്കും, സ്കിന്നിനുണ്ടാകുന്ന അൺഈവൻ സ്കിൻ ടോൺ മാറാനും. നിങ്ങളൊരു ഫസ്റ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5% ആണ് നിങ്ങൾക്ക് മികച്ചത്. 5% അല്ലെങ്കിൽ 2% ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ 10% എത്താൻ. ഞാൻ ഫസ്റ്റ് അങ്ങനെയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ 10% ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് മോർണിംഗ് ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാം. മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ക്ലെൻസറും ടോണറും ചെയ്തതിന് ശേഷം മാത്രം ഒരു 2 or 3 ഡ്രോപ്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 2 or 3 ഡ്രോപ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഒരു 3 to 4 ഒക്കെ ആക്കാം. അതിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഫേസ് ആൻഡ് നെക്ക് ഉപയോഗിക്കണം. പിന്നെ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫേസും സ്കിന്നും ഒക്കെ പിഗ്മെൻറ്റേഷൻ കൊണ്ട് നിറയും. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുഡ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു 1 മന്ത് കൊണ്ട് ഒരു 1.5 മന്ത് ആയിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പാടുകളൊക്കെ പോയി, കുരുവന്ന പാടുകളൊക്കെ പോയി. പിന്നെ വെളുത്തിട്ട് മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വൈറ്റനിങ് സിറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ പിഗ്മെൻറ്റേഷനായിട്ടുള്ള എല്ലാം പോയി കിട്ടും. പിന്നെ ഒന്ന് അൺഈവൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ സ്കിന്നൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.